നമുക്ക് ഇന്ന് ഒരു പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് 10th മെയിൻസിനും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തായിരുന്നു? ഓപ്ഷൻ എ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തായിരുന്നു? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലായിരുന്നു തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് അത് നമ്മൾക്ക് നോക്കേണ്ട കാര്യമില്ല. അടുത്തത്, റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു? PR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചു, അതുപോലെ സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങി. ഇത് രണ്ടും ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചേരമർ മഹാജനസഭ സ്ഥാപിച്ചതും അതുപോലെ സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങിയതും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി. സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി. സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം? ഓപ്ഷൻ എ. ധോളാവിര. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം? ഓപ്ഷൻ എ. ധോളാവിര. അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമായത്? ഓപ്ഷൻ ഡി. വായുമലിനീകരണം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമായത്? ഓപ്ഷൻ ഡി. വായുമലിനീകരണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? ഓപ്ഷൻ സി. നൈട്രജൻ. ഓപ്ഷൻ സി. നൈട്രജൻ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ബി. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി. ചെന്നൈ. താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി. ചെന്നൈ. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ? ഓപ്ഷൻ എ. ഐസോതെറം. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോതെറം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി? ഓപ്ഷൻ സി. യമുന. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി? ഓപ്ഷൻ സി. യമുന. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ സി. PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? PC മഹലനോബിസ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ എ. വേൾഡ് ബാങ്ക്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ എ. വേൾഡ് ബാങ്ക്. വിദേശ വാണ്യ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത്? ഓപ്ഷൻ എ. സുസ്ഥിരവൽക്കരണ നടപടികൾ. മഹാരത്ന പദവിയിൽ ഉൾപ്പെട്ട സ്ഥാപനം ഏത്?
ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഓപ്ഷൻ സി ഹരിത വിപ്ലവം. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഹരിത വിപ്ലവം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം? ഓപ്ഷൻ എ ഷിംല. ഓപ്ഷൻ എ ഷിംല. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് എന്ത്? ഓപ്ഷൻ ബി കേശവാനന്ദ ഭാരതി. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് എന്ത്? കേശവാനന്ദ ഭാരതി. താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയിലാണ്? ഓപ്ഷൻ ബി സിംഘി കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്ത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ സി അയർലൻഡ്. ഭരണഘടനയുടെ ഏതു ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ 91-ാം ഭേദഗതി.